സന്ധ്യ പുതിയ കാര്യമൊന്നുമല്ല. SDPI അല്ലെങ്കിൽ തീവ്ര നിലപാടുകളുള്ള ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ എപ്പോഴും CPM-ഉം കോൺഗ്രസും ഒക്കെ മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന കാലത്ത് അത്തരം നടപടികൾ വ്യാപകമായി കാണുന്നുണ്ട്. ഒരു പടി മുന്നിലേക്ക് കയറാൻ ഈ വിഷയത്തിൽ LDF-ഉം മത്സരിക്കും കൂടെയാണ്, പ്രത്യേകിച്ച് CPM. ഇപ്പോൾ കോഴിക്കോട് SDPI വിളിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികളൊക്കെ ഒരുമിച്ചാണ് എത്തിയത്. ശ്രീ സന്ദീപ്, ഇത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു രഹസ്യമായിട്ടുള്ള ബാന്ധവമൊന്നുമല്ല, പരസ്യമായിട്ടുള്ള ബാന്ധവമാണ്. SDPI-യുമായി വളരെ ദീർഘകാലമായിട്ട് ഇവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി രണ്ട് മുന്നണികൾ മത്സരിക്കുകയാണ്. ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് SDPI വിളിക്കുന്ന ഒരു പരിപാടിയിലേക്ക് അവർ പോയിട്ടുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര മുസ്ലിം സംഘടന വിളിക്കുന്ന ഇഫ്താർ വിരുന്നിലേക്കല്ലല്ലോ ഇവരെ പങ്കെടുക്കാൻ പോയിട്ടുള്ളത്. SDPI പോലെ രാജ്യത്ത് നിരോധിതമായിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപം, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPI-യുടെ ഇഫ്താർ വിരുന്നിലേക്ക് CPM-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സൂചിപ്പിക്കുന്നത് ഈ രണ്ടു കൂട്ടരും ഈ ഭീകരവാദികളെ പ്രീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുടെ വോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ മുന്നിൽ അവർ കൂടുതൽ പരിഹാസ്യരായി മാറുകയാണ്. ഭീകരവാദികളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ഏതറ്റം വരെയും തരം താഴാൻ ഈ രണ്ടു കൂട്ടർക്കും മടിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സന്ദീപ്, ഇതിൽ ഏറെ ശ്രദ്ധേയം, ഇതിൽ CPM ആണെങ്കിലും UDF കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും SDPI-യുടെ പിന്തുണ കൂടി ഭരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ പത്തനംതിട്ടയിലേക്ക് പോയാൽ കോട്ടാങ്കൽ പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ ചില നഗരസഭകളൊക്കെ SDPI-യുടെ സഹായത്തോടെ ഇവരൊക്കെ മാറി മാറി ഇങ്ങനെ ഭരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന ന്യായം പറയാമെങ്കിലും നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ്. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലെ തീവ്ര നിലപാടുകളുള്ള ഇസ്ലാമിസ്റ്റുകളുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ വളരെ ശ്രമം കഴിഞ്ഞ കുറേ കാലമായി CPM-ൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ ഒട്ടുമിക്ക കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്കൊക്കെ ഒരു ന്യൂനപക്ഷ മുഖം നൽകാൻ SDPI പോലെയുള്ള തീവ്ര നിലപാടുകളുള്ള ആളുകളെ CPM ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. ഇപ്പോ CAA സമരവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CPM തയ്യാറാവുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? സ്വാഭാവികമായിട്ടും SDPI-യെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, പോപ്പുലർ ഫ്രണ്ടിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നിരോധിക്കപ്പെട്ട ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരൊക്കെ ചെന്ന് ചേക്കേറിയിട്ടുള്ള സംഘടനകൾ ഏതാണെന്ന് പരിശോധിച്ചാൽ മതി. എങ്ങനെയാണ് DYFI-യുടെ CPM-ന്റെ വർഗ ബഹുജന സംഘടനകളുടെ അവരുടെ പുതിയ ഭാരവാഹികളായി ഒട്ടനവധി പേർ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ തന്നെ ഇവർ തമ്മിലുള്ള ബാന്ധവം വ്യക്തമാവുന്നതാണ്. ഒപ്പം കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടിന് വോട്ടിന് വേണ്ടി പരിശ്രമിക്കുന്നു. നാടിനെ തകർക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ഇത്തരം ഭീകര സംഘടനകളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയാണ് ഈ രണ്ട് മുന്നണികളും. ഇത് നമ്മുടെ നാടിന് അപകടകരമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പൊ മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഈ രണ്ട് മുന്നണികളും വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്. MA ബേബിയൊക്കെ അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ജോസഫ് മാഷ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ഭീകരവാദികളെ എക്കാലത്തും പിന്തുണയ്ക്കുകയും ഭീകരവാദികളെ വോട്ടിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. SDPI-യുടെ ഇഫ്താർ വിരുന്നിന് പോകുന്നവർ നാളെ താലിബാൻ വിളിച്ചാലും പോകും, മറ്റന്നാൾ ലഷ്കർ-ഇ-തോയ്ബ വിളിച്ചാലും പോകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. 4 വോട്ടുണ്ടെങ്കിൽ ആ 4 വോട്ട് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും ഒരു തരം താഴും. ഈ സന്ദീപ്, ഈരാറ്റുപേട്ട അവിടെ ചില ഭീകരവാദ സംഘടനകളൊക്കെ പ്രവർത്തനം ഊർജിതമാക്കുന്നുണ്ട്. അവിടെ ഒളിത്താവങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേക പോലീസ് സംവിധാനം ഒരുക്കണമെന്ന കോട്ടയം SP-യുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആ റിപ്പോർട്ട് പിന്നെ പോലീസ് പിൻവലിച്ച് കണ്ടം വഴി ഓടേണ്ടി വന്നു. എന്നാൽ പോലും ആ റിപ്പോർട്ടിനെതിരെ ഒരേപോലെ സമരത്തിൽ ഇറങ്ങിയത് LDF-ഉം UDF-ഉം ഒരുമിച്ചാണ് അവിടെ. അല്ല, എന്താ തർക്കമുള്ളത്? പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി അവിടുത്തെ മതപുരോഹിതനെതിരായി ആക്രമണം നടത്തിയിട്ടുള്ള കേസിലെ പ്രതികൾക്കെതിരായ കേസ്, ആ കേസ് പിൻവലിച്ചിട്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നാണ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാ പറഞ്ഞത്? KT ജലീൽ ഉൾപ്പെടെയുള്ളവരെ വേദിയിലിരുത്തി പ്രഖ്യാപിക്കുകയാണ്. കുട്ടികളെന്നാണ് വിളിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ മതപുരോഹിതനെതിരെ പള്ളി കോമ്പൗണ്ടിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തിയിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പോലും ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു, ആ കേസിലെ പ്രതികൾ മുഴുവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയേണ്ടി വന്നു. അതിനു മുമ്പ് ഏത് തരത്തിലുള്ള പ്രചരണം അവിടെ നടന്നിരുന്നത്? അതിലെല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്, ആളുകളുണ്ട് എന്നൊരു കള്ളപ്രചരണം അവർ നടത്തിയില്ലേ? പക്ഷെ സത്യം പുറത്തു വന്നല്ലോ. അപ്പൊ ഈ മതഭീകരവാദികളെ പ്രീണിപ്പിക്കുക, അവരെ പിന്തുണയ്ക്കുക, അവരുടെ പിന്തുണ വാങ്ങാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക, ഇത് നാണം കെട്ട പരിപാടിയാണ്. ഇതാണ് ഇപ്പൊ കോൺഗ്രസും CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്.